ഇത് ആഘോഷിക്കപ്പെടുന്നതിൽ മാധ്യമങ്ങൾക്ക് ഒരു പങ്കില്ല. മാധ്യമങ്ങൾ വളരെ ഇത്തരം വിഷയങ്ങളെ വല്ലാതെ എന്താ പറയുക ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം സമീപമാണ്. രണ്ട് രീതിയിൽ അതിനെ കാണണം. ഈ ഇത്തരം കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾക്ക്, കാരണം മാധ്യമങ്ങൾക്ക് കാഴ്ചക്കാരെ കിട്ടണമെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂടണമെങ്കിലൊക്കെ തന്നെ ഇത്തരം കഥകൾക്കാണ് പ്രധാനം. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച നടക്കുന്നതെന്ന് ഒരു വിവരം ഉണ്ടാകും, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കുത്തനെ കൂടി, അല്ലെ വിദ്യാഭ്യാസ സമ്പ്രദായം സ്വകാര്യവൽക്കരിച്ചു. ഇതൊക്കെയാണ് സമൂഹത്തെ ബാധിക്കേണ്ടത്. സമൂഹം എപ്പോഴും മാധ്യമങ്ങൾ എപ്പോഴും തേടിപ്പോകുന്നത് സെൻസേഷണലിസമാണ്. നമുക്കൊക്കെ അറിയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാനൊരു വേറൊരു പോസിറ്റീവ് സംഗതി കൂടെ കാണുന്നുണ്ട്. ഈ മാധ്യമങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ബാലൻസ് ഇല്ലാത്ത സമീപനം ഉണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങളെ ഹൈലൈറ്റിൽ നിർത്തേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത് ഹൈലൈറ്റിൽ നിർത്തുക തന്നെ വേണം. മാധ്യമം അവിടെ നിൽക്കട്ടെ, വിലക്കൂടുതൽ ചർച്ച ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ ഇവർക്കത് വളമായി തുടങ്ങും. ഇവനൊക്കെ ഈ ലെൻസിന്റെ ഉള്ളിൽ തന്നെ, ഈ ക്യാമറയുടെ മുന്നിൽ തന്നെ എപ്പോഴും ഒബ്സർവേഷൻ നിർത്തണം. ആ ഒരു ആസ്പെക്റ്റിൽ അതിനൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. തീർച്ചയായിട്ടും. അപ്പം എന്തൊക്കെയാലും ഇരയ്ക്ക് നീതി ലഭിക്കും. ഇനി സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ എനിക്ക് പ്രതീക്ഷയില്ല. നീതി എന്ന് പറയുന്നത് സത്യത്തിന്റെ കണ്ടെത്തലാണ് സുഹൃത്തെ നീതി എന്ന് പറയുന്നത്. എന്താ നീതി? അതായിരുന്നു ആ സംഭവിച്ച കുറ്റകൃത്യം. നിങ്ങൾ ലോക സാഹിത്യങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആയിക്കോട്ടെ, ബ്രദേഴ്സ് ഓഫ് കാരമസഭ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ലോക ക്ലാസിക്കൽ വെച്ച് അവസാനം കണ്ടെത്തുന്ന ഒരു സത്യത്തിലേക്കുള്ള ഒരു അന്വേഷണത്തെയാണ് നീതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ സത്യത്തെ വലിയ ഇരുമ്പോറ വെച്ച് മൂടാൻ ശക്തരായ ആളുകൾ ഉള്ളിടത്തോളം കാലം നീതി ലഭിക്കുന്നു എനിക്ക് വലിയ പ്രത്യാശയില്ല.